നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുഞ്ഞിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കൊരു പക്ഷേ എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കാനോ ഒരു ലൈക്ക് കൊടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടാവില്ല. അത് മനഃപൂർവ്വമല്ല. ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമുക്കത് പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ നടക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ്. വേദയ്ക്ക് വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആ ഒരു ചെറിയൊരു സമയം എൻ്റെ കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ചില്ലേ നിങ്ങളെല്ലാവരും, അതിന് വേണ്ടി താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. ഇന്ന് വേദയെ സ്കൂളിൽ വിടുന്നുണ്ട്. വേദയെ ഉറക്കം എഴുന്നേൽപ്പിച്ചിട്ട് ഞാനും താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അമ്മ അതേ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. വേദ സ്കൂളിൽ പോയ ഉടനെ അമ്മ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വെച്ച മീൻകറിയിൽ കുറച്ച് കൂടുതൽ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോകുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് മീൻകറി കൊടുത്തുവിടാമെന്ന് കരുതി. അച്ഛൻ അവിടെ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ പിന്നെ അമ്മയ്ക്ക് മാത്രം കുറച്ച് കൊടുത്തുവിടാമെന്ന് കരുതി. പിന്നെ ഏട്ടൻ ഇന്നലെ കുറച്ച് പാവയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൽ കുറച്ച് പാവയ്ക്ക് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് പാവയ്ക്ക് അവർക്ക് കൊടുത്തു കേട്ടോ. ഒരു 5-6 ഉള്ളൂ. ഒരു 2-3 ഞാൻ എടുത്ത് വെച്ചിട്ട് 2-3 അമ്മയ്ക്ക് കൊടുത്തു. അവിടെ അച്ഛന് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ കൊണ്ടുപോവാണ്. ഇവിടെ ഏട്ടനും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 2-3 ഞാൻ മാറ്റി വെച്ചിട്ട് കൊടുത്തത് കേട്ടോ. വണ്ടി കിടക്കുന്ന കോലം നോക്കിയേ. എല്ലാവരും പറഞ്ഞു ബ്ലാക്ക് എടുക്കരുത്, ബ്ലാക്ക് എടുത്താൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇടണമെന്നൊക്കെ. അത് എടുത്തപ്പോൾ അത് ഭംഗി കൊണ്ടങ്ങ് എടുത്തു. പക്ഷേ അനുഭവത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കണം കേട്ടോ, അത്രയും എന്നും കഴുകി വൃത്തിയാക്കിയിട്ടാലേ നമ്മുടെ ബ്ലാക്ക് ആണെങ്കിൽ നല്ല വൃത്തിക്ക് കിടക്കത്തുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ വണ്ടി സർവീസിന് കൊടുക്കണം. എന്നിട്ട് ഞാൻ പോയി ചായ ഇട്ടു. ഏട്ടനും അമ്മയ്ക്കും ചായ എല്ലാം കൊടുത്തു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അച്ഛനുള്ളത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാണ് അമ്മ ഇരുന്നത്. പിന്നെ ഏട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാം, കുഴപ്പമില്ല, ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് ദോശ വേണോ, പുട്ട് വേണമെങ്കിൽ പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ദോശ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും മതി, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കരുതി പുറത്തുനിന്ന് കഴിക്കട്ടെ, എനിക്കും ജോലിക്ക് എളുപ്പമുണ്ടല്ലോ. വേദയ്ക്ക് ഞാൻ ഇന്നലത്തെ ചോറ് അവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് തൈരും കൂടി കൊടുത്തു വിട്ടു കേട്ടോ. വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഏട്ടൻ ദോശ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെങ്കിൽ പോകുന്ന വഴിക്ക് പോയി കഴിച്ചിട്ട് അച്ഛന് വാങ്ങിച്ചുകൊണ്ട് പോയി, അതിന് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. എല്ലാവർക്കും കൂടെ വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു വേദയ്ക്ക് ഇനിയിപ്പോൾ വാങ്ങണ്ട, ദോശ വാങ്ങണ്ട, അവൾക്ക് പഴം പുഴുങ്ങിയത് മതിയെന്ന് വെച്ചപ്പോൾ അവൾക്ക് അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പഴം പുഴുങ്ങിയതാണ് വേദ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. വേദ ഒറ്റ ദിവസം കൊണ്ട് എന്തോരം ക്ഷീണിച്ചെന്ന് നോക്കി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലാക്കാൻ പറ്റി കേട്ടോ. വേദ എന്നൊക്കെ എഴുതിയ ബോട്ടിൽ താഴെ വീണത് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ അവളാകെ വിഷമമായി. അതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതായത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറയും. ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ ഞാനിവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാണ്, അത് വേറെ കാര്യം. എൻ്റെ കൈ കൊണ്ട് തട്ടി വീണ് പൊട്ടിപ്പോയതാട്ടോ അതിൻ്റെ മൂടി, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വേദ വിഷമത്തിലായി. ഏട്ടൻ പോയി പഴം വാങ്ങിച്ചിട്ട് വന്നു, അതിനെ ഞാൻ പുഴുങ്ങി വേദയ്ക്ക് കൊടുത്തു. വേദ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം ഫ്രണ്ട്സിനെല്ലാം ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കേട്ടു ബർത്ത്ഡേ കഴിഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ വാങ്ങിയിട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛനെ സൂപ്പിട്ട് പോയി 2 പേരും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്കൂളിൽ കോപ്പിക്കൊക്കെ കൊടുക്കുകയാണേ. പഴം പുഴുങ്ങിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഈ ദോശ കഴിക്കുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഫാർ ബെറ്ററാണ് പഴം പുഴുങ്ങിയതെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. പിന്നെ എന്തായാലും അവൾ കഴിച്ചോളാമെന്നും പറയും. പിന്നെ ദോശ വാങ്ങിച്ചില്ല. ഏട്ടനും അമ്മയും കൂടി പോകുമ്പോൾ അച്ഛനൂടെ ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് അവർ കഴിച്ചിട്ട് അച്ഛനൂടെ ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. വേദ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ ഒരു ദിവസം കൊണ്ട്. ഞാൻ ഇത്രയും നമുക്ക് നേരിട്ട് എപ്പോഴും കാണുന്നുണ്ട് അറിയില്ല കേട്ടോ, വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് എത്രയും ക്ഷീണം മനസ്സിലാക്കാൻ പറ്റിയത്. ആൾ കറുത്ത് മേലിങ്ങ് ഒരു കോലമായിട്ടിരിക്കുക അല്ലേ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ഇന്ന് അവൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നലെ മെനിങ്ങാന്ന് ഒട്ടും കഴിച്ചില്ല, ഇന്നലെ ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഒരു പഴം പുഴുങ്ങി കൊടുത്തു, അത് കഴിച്ചു. ഉച്ചയ്ക്ക് ചോറും തൈരും ഒക്കെ കൊടുത്ത് വിട്ടത് കഴിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി കളഞ്ഞോ കഴിച്ചോ ഫ്രണ്ട്സിന് കൊടുത്തോ ഒന്നും അറിയത്തില്ല. ചോറും തൈരും ആയതുകൊണ്ട് മറ്റുള്ള ഫ്രണ്ട്സും അത് കേൾക്കില്ല, വാങ്ങിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് കളഞ്ഞിട്ട് വന്നോ, കളയാൻ അവിടെ സ്ഥലമില്ല എന്നാണ് വേദ പറയുന്നത്. അതുകൊണ്ട് കഴിക്കാത്ത സാധനം നേരെ അതുപോലെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അപ്പോൾ കഴിച്ചിട്ടുണ്ടാവണം വേദ. അങ്ങനെ വേദ റെഡി ആയതേ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ഓട്ടോ വന്നു. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് വേദയുടെ യൂണിഫോം അവരുടെ ഹൗസ് ഡ്രസ്സാണ് കേട്ടോ. വെനസ്ഡേ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെനസ്ഡേ ആയത്. ഞാനും അപ്പോഴേക്കും ഒരു ഗ്രീൻ ടീ എല്ലാം ആയിട്ട് കുടിച്ചതേ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിയില്ല. ഉച്ചയ്ക്ക് ചോറ് പഴങ്കഞ്ഞി ഏട്ടൻ കഴിക്കും കേട്ടോ. പഴങ്കഞ്ഞി ഉണ്ട്, പിന്നെ മീൻകറി ഇന്നലത്തെ ഇരിപ്പുണ്ട്, ബീഫിലും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് ഇനി വേറെ ഒന്നും വയ്ക്കണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ. വീടൊക്കെ ആകെ കൂടി വൃത്തികേടായിട്ട് കിടക്കുകയാണ്. എല്ലാവരും കൂടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ചവിട്ടിയും കയറിയൊക്കെ പൊടിയും ബഹളമായിട്ടൊക്കെ കിടക്കുകയാണ്. ഇന്നലെ അപ്പോൾ ഞാൻ ഡോബിയെ വിട്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കുറേ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ എല്ലാം ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. പക്ഷെ അതിനെല്ലാം ഉണക്കി പറക്കി വീണ്ടും ഒക്കെ എടുത്ത് വെക്കണം. അകത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ് വാരി ഇതുപോലെ പാർട്ടികളും ഫംഗ്ഷനും ഒക്കെ വരുമ്പോൾ എടുത്ത് പുറത്തിടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം വാരി പറക്കി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കാതിട്ടാൽ പിന്നീട് എടുക്കുമ്പോൾ പൂത്തതുപോലെയും പാറ്റയും പല്ലിയൊക്കെ അതിനകത്ത് കൂടും വെച്ചിരിക്കും കേട്ടോ. അതുകൊണ്ടൊന്ന് ഉണക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞ് ഇതെല്ലാം ഇനി ഉണക്കി പറക്കി വീടെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയൊക്കെ ഇടുമ്പോൾ ഒരു സമയമാകും കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് നല്ലപോലെ പറഞ്ഞു, അമ്മയെ കൊണ്ടുപോകുമ്പോൾ നീ കൂടെ വാ, നമുക്ക് കാറിൽ പോയിട്ട്. ഞാൻ പറയും വന്നാൽ ശരിയാവില്ല, എനിക്കിവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നവരെ ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചോറും വെച്ചില്ല, മീൻകറി ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോഴേക്കും എന്തേ അമ്മുക്കുട്ടി വേദയെ വിളിക്കാൻ വന്നു. അമ്മുവിൻ്റെ അപ്പൂപ്പൻ്റെ ഓട്ടോ അല്ല കേട്ടോ വേദ സ്കൂളിലെന്നും പോകുന്നത്. അപ്പോൾ അമ്മുവാണ് വിളിക്കാൻ വരുന്നത് സമയമാകുമ്പോൾ. അങ്ങനെ അതേ അമ്മു യെല്ലോ ഡ്രസ്സിൻ്റെ ആളാണ്, യെല്ലോ ഹൗസിൻ്റെ ആളാണ്, അതുകൊണ്ട് യെല്ലോ യൂണിഫോമാണ്. വേദ ഗ്രീൻ ഹൗസിൻ്റെ ആളാണ്, അതുകൊണ്ട് വേദ ഗ്രീൻ ഡ്രസ്സ് ഇട്ട് പോവാം കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഉമ്മയെല്ലാം കൊടുത്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മൂമ്മ വേദയെ വിടാനായിട്ട് ഇറങ്ങി, വേദ പോകുന്നത് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും അമ്മൂമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മുവിൻ്റെ അമ്മൂമ്മയും ഇവിടുത്തെ അമ്മയും ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാര്യമൊക്കെ പറയാനായിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. രാവിലെ ഞാൻ എണീറ്റപ്പോൾ എണീക്കുന്നതിന് മുന്നേ നല്ല വെളുപ്പിന് നല്ലൊരു മഴ കാര്യമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് കിട്ടി. ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും ഒന്നും മഴയില്ല കേട്ടോ. അവിടെ പെയ്താലും ഇവിടെ ഉണ്ടാവില്ല, കള്ളിക്കാട് പെയ്താലും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ പെയ്താലും കള്ളിക്കാട് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ലൊരു മഴ കാര്യമായിട്ട് രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് വെയിലും തുടങ്ങി. ചൂടിനൊരു കുറവുമില്ല കേട്ടോ. വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിയർത്ത് കുളിച്ചുകൊണ്ട് നിൽക്കും, അത്രമാത്രം ചൂടുണ്ട്. അപ്പം നല്ല രീതിയിൽ 2-3 മഴ കിട്ടിയാൽ ചൂടിൻ്റെ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ടാട്ടോ ഈ ചൂടിന് ഇത്രയും ഭയങ്കര കാഠിന്യം. അപ്പോൾ എന്തായാലും അമ്മൂമ്മയുടെ അമ്മ കാര്യമെല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് വന്ന് നേരെ ഡ്രസ്സും മാറി ഇതേ പോകാനായിട്ട് കയറി കേട്ടോ. പോകും വഴി അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കും. അപ്പോൾ എല്ലാവരും ഒക്കെ പോയി. ഇന്നലെ അവരെല്ലാവരും പോയപ്പോഴേ എല്ലാവരും കൊണ്ടായിട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമമല്ല, ഒരു മൂഡ് ഓഫ് തോന്നില്ല. അതുപോലെ അപ്പോൾ അമ്മയെ കൂടി പോയപ്പോൾ ഓക്കെ ഒരു ചെറിയൊരു ഇത് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ അമ്മയെ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് ഏട്ടൻ 1 മണിക്കൂറല്ല 2 മണിക്കൂർ എടുക്കും കേട്ടോ. 2 മണിക്കൂറിനുള്ളിലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഡോബിയെ ക്ലീൻ ചെയ്യാനെല്ലാം വിട്ടു, വീടെല്ലാം ഒതുക്കി പറക്കി ഏകദേശം എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ. കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വേറെ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വസ്ത്രയുടെ മെസ്സേജും കാര്യം വരുമ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ബിസി ആവുന്നത്. അത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ല കേട്ടോ. അതാണ് ഇത്രയും ലേറ്റ് ആകുന്നത്. എൻ്റെ ജോലികളൊന്നും നടക്കാത്തതിൻ്റെ കാരണം വസ്ത്രയിൽ മെസ്സേജസിന് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഏട്ടനോട് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞാൽ നീ കൊടുക്കെന്ന് പറയും. നിൻ്റെ വോയിസ് കേട്ടാലേ ചിലപ്പോൾ ചിലർ വാങ്ങത്തുള്ളൂ, ചിലപ്പോൾ ഫേക്ക് ആണെന്ന് എഴുതി വാങ്ങത്തില്ല, അതുകൊണ്ട് നീ തന്നെ റിപ്ലൈ കൊടുത്താൽ മതി, ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ല എന്നൊക്കെ പറയും ഏട്ടൻ. അപ്പോൾ ഓരോ മെസ്സേജിനും ഞാൻ തന്നെയാണ് മറുപടി കൊടുക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിലെ കാര്യവും നോക്കണം, വസ്ത്രയുടെ മെസ്സേജസും നോക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആകെ കൂടി കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിരുന്നപ്പോഴേക്കും ഒരു ഷേക്ക് കുടിക്കാൻ കൊതിയായി കേട്ടോ. എനിക്കിങ്ങനെ ഈ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അത് ഷേക്കായാലും എന്തായാലും മതി. അപ്പം കുറേ ദിവസമായിട്ട് ആപ്പിളും ഈ മാതളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ ദിവസം ഇനി ഇരുന്ന് ചീത്തയാവണ്ടെന്ന് കരുതി വെറുതെ കഴിക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ ഷേക്കൊക്കെ അടിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം, വേദയ്ക്കിഷ്ടം, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കഴിക്കാമെന്ന് കരുതി പാലിരുന്നു, ആപ്പിളിരുന്നു, ഇരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി മാതളവും പഴവും എല്ലാം കൂടി ഇട്ട് ഞാനൊരു ഷേക്ക് അടിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങൾക്ക് ഷുഗർ ഇടണ്ടെന്ന് എഴുതിയിട്ട് ഏട്ടനോട് പറഞ്ഞ് ഡേറ്റ്സ് വാങ്ങിച്ചിട്ട് ഡേറ്റ്സ് ഇരുന്നത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടൻ ചെന്ന് ഡേറ്റ്സ് വാങ്ങിച്ചിട്ട് വന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഡേറ്റ്സ്, കുരുവില്ലാത്ത ഡേറ്റ്സ് എന്ന് പറഞ്ഞൊക്കെയാണ് വാങ്ങിയത്. ഏട്ടന് ഇതൊന്നും വാങ്ങാൻ അറിയില്ല. ഞാനാണ് സാധാരണ എവിടെ പോയാലും ഇതെല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞു പോയി, പിന്നെ ഞാൻ വാങ്ങിച്ചതും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് പോയി വാങ്ങാൻ വയ്യാത്തത് കൊണ്ട് എന്തോ രാവിലെ എണീറ്റപ്പോൾ മുതലൊരു ക്ഷീണം കേട്ടോ. ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതായിരിക്കാം. അപ്പോൾ ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നു. ആ ഡേറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുരു ഉണ്ടായിരുന്നില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിട്ട് നമ്മളിത് ഷേക്ക് അടിക്കുകയാണ്. നന്നായിട്ട് ആദ്യം ഇതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് പാലുകൂടി ഒഴിച്ചു. അത് കഴിഞ്ഞ് ഐസ് ക്യൂബും ഇട്ട്, പിന്നെ കുറച്ച് കപ്പലണ്ടി കൂടെ ഇട്ട്. കപ്പലണ്ടി ഇട്ടത് ഒന്ന് കടിച്ചൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്, എനിക്കങ്ങനെ കടിച്ച് തിന്നുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് കടിച്ച് തിന്നാനായിട്ട് കപ്പലണ്ടി ഇട്ട് പാലും ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊരു ഷേക്ക് അടിച്ച് കേട്ടോ. നല്ലൊരു തിക്കെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലൂസും കുറച്ച് തിക്കും കൂടി ആയിട്ടുള്ള ഒരു നല്ല ഷേക്കായിരുന്നു. നല്ല പ്രോട്ടീൻ റിച്ച് ഷേക്കാണ് അടിച്ചത്. ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ഷേക്ക്. പ്രോട്ടീൻ റിച്ച് എന്ന് പറയാൻ പറ്റില്ല, എന്ത് റിച്ചാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഒഴിച്ച സാധനങ്ങളിലൊക്കെ എന്തൊക്കെ റിച്ചായിട്ടുണ്ടോ ആ റിച്ച്
കാഴ്ചകളെല്ലാം നമുക്ക് കൂട്ടിക്കൊണ്ട് ആ ഷേക്ക് കുടിക്കുക. എന്തായാലും ഹെൽത്തിയാണ്. ഞാൻ ഒരു തുള്ളി പഞ്ചസാര പോലും ഇട്ടിട്ടില്ല. ഡേറ്റ്സ് ആണ് അതിന് പകരം, മധുരത്തിന് പകരം ഡേറ്റ്സും ഫ്രൂട്ട്സിൻ്റെ മധുരവും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഷേക്ക് അടിക്കുമ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ചില സമയങ്ങളിൽ മധുരം പഞ്ചസാരയൊക്കെ ഇട്ട് അടിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ പഞ്ചസാരയൊന്നും ഇട്ട് അടിച്ചില്ല. അങ്ങനെ നന്നായിട്ട് ഇതിനെ അരച്ചെടുത്തിട്ട് കപ്പലണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. പാല് ഒരു ഗ്ലാസ് ഒഴിച്ചു, എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട്, അല്ലെങ്കിൽ പാലിൻ്റെ ഒരു കട്ടിച്ചവ ഉണ്ടാവും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളാം. എനിക്കങ്ങനെ പാലിൻ്റെ ഒരു കട്ടിച്ചവ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടപ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. ആ ഒരു തണുപ്പും കിട്ടും. സാധാരണ നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി ഷേക്ക് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ഫ്രീസറിൽ ഇരിക്കുന്ന സാധനങ്ങൾ, മീൻസ് ഈ കവർ പാലൊക്കെ അല്ലേ ഇട്ട് നമുക്ക് ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ ഭയങ്കര തിക്കായിരിക്കും. അത് കുടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തലയൊക്കെ ഇങ്ങനെ പൊട്ടും പോലെ തോന്നും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴില്ല, മുമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും തിക്ക് നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഐസ് ക്യൂബ് ഇട്ട് ഒന്ന് നല്ലതുപോലെ അതിനെ തണുപ്പിച്ചെടുക്കുക. അത് ഐസ് ക്യൂബ് മിക്സ് ആകുമ്പോൾ ആ ഷേക്ക് നല്ല തണുത്ത് വരും കേട്ടോ. അപ്പോൾ ഒരു ഷേക്കിൻ്റെ ഒരു ഇതൊക്കെ വരും. ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ലെങ്കിൽ ഒരു ജ്യൂസിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കപ്പലണ്ടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ കടുമുടി നമ്മൾ കുടിക്കുമ്പോഴൊക്കെ ചവയ്ക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇന്നിപ്പോൾ ഇവിടെ വീട്ടിൽ ഒരു കുന്തം ഇരിപ്പില്ല. നട്ട്സും ഇല്ല, ഡേറ്റ്സും ഇല്ല, ഒന്നുമില്ല. ഫ്രൂട്ട്സ് എന്നോ വാങ്ങിച്ച് വെച്ചിരുന്നത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ അതിനെടുത്ത് ചീത്തയാക്കി കളയണ്ടെന്ന് കരുതിയാണ് കട്ട് ചെയ്തൊക്കെ ജ്യൂസ് അടിക്കാമെന്ന് കരുതിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ. ഏറ്റവും ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. കുടിക്കാനൊക്കെ ഇഷ്ടമാണ്, കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, ജോലി ചെയ്യാനാണ് മടി കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാവരും ഞാൻ ജോലി ചെയ്യുമ്പോൾ പറയും ശ്രീകുട്ടി എന്ത് ഇതായിട്ടാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ചെയ്തല്ലേ പറ്റുമോ, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാതെ വലിയ സന്തോഷത്തോടെയും ചെയ്യുന്നതല്ല. കുക്കിംഗ് എനിക്കിഷ്ടമാണ്. പക്ഷെ പാത്രങ്ങളൊക്കെ കഴുകാനും പിന്നെ അതിൻ്റെ പുറകെയുള്ള ക്ലീനിങ്ങും അതാണ് എനിക്കിഷ്ടമല്ലാത്ത കേട്ടോ. എന്നിട്ട് ഷേക്കും കുടിച്ച് ഏട്ടന് ചോറൊക്കെ കൊടുത്ത്, ഏട്ടന് ഷേക്കെല്ലാം കുടിച്ചു കേട്ടോ. എന്നിട്ട് ഒരു 12-1 മണി വരെ ഏട്ടന് ആയപ്പോഴേട്ടൻ ചോറ് കഴിക്കാൻ വന്നു. ചോറല്ല, പഴങ്കഞ്ഞി എല്ലാം കുടിച്ചിട്ട് ഞാനും അതിൽ നിന്ന് ഒരു പിടി പഴങ്കഞ്ഞിയും കുറച്ച് മീൻകറിയും കൂട്ടി കഴിച്ച ശേഷം ഒന്ന് സുഖമായിട്ട് 4 മണി വരെ വേദ 2:45 വേദ വന്നു. വേദ വന്നിട്ടും വീണ്ടും ഞാൻ 4 മണി വരെ കിടന്നുറങ്ങി കേട്ടോ. എണീക്കാൻ വയ്യ. വീണ്ടും കിടന്നുറങ്ങാനായിട്ടുള്ളൊരു കൊതി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ വേദയ്ക്ക് 4 മണിയാകുമ്പോൾ ട്യൂഷന് പോകണം. അതുകൊണ്ട് പിന്നെ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. ഏട്ടൻ ചായ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എന്നിട്ട് പുറത്തിറങ്ങിയതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്കും നല്ല വെയിലുണ്ട്, ഒരു മഴക്കാറും ഉണ്ട്, നല്ല കാര്യമായിട്ടുള്ള ചൂടുമുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഞാൻ ചായ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ഞാൻ കാറ് സർവീസിന് കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾ അതുവഴി എന്നെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഞാൻ കാറ് കൊടുക്കുന്നിടത്ത് നിങ്ങൾ വന്നാൽ മതി, നമുക്ക് അവിടെ നിന്ന് വേദയും കൊണ്ട് ട്യൂഷന് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും വേദയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരുമ്പോഴേക്കും കാർ വാഷ് ചെയ്തിട്ടേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നും 1 ലിറ്റർ പാല് വാങ്ങും, 2 ദിവസം ഇരിക്കും, എടുത്ത് കളയും കേട്ടോ. ഇതുപോലെ വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാൻ എനിക്ക് ചായ ഇടാൻ മടിയെന്ന് വേണമെങ്കിൽ പറയും. ഇന്ന് പക്ഷേ ഞാൻ ചായ ഇടാമെന്ന് തന്നെ കരുതിയത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ടെന്ന്, ഇപ്പോൾ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് കരുതി. അതുകൊണ്ട് ഇന്നിപ്പോൾ ചായ ഇട്ടിട്ടില്ല. ഇനി നാളെയും മറ്റന്നാളും പാലൊക്കെ എടുത്ത് വെച്ചിട്ട് രാവിലെ ഒരു ചായ ഏട്ടൻ ഇടുന്നത് തന്നെ. അപ്പോൾ 1 ലിറ്റർ പാല് വാങ്ങിക്കുമ്പോൾ വീണ്ടും അത് വേസ്റ്റ് ആണ്. അപ്പോൾ ഷേക്കൊക്കെ അടിച്ചതുകൊണ്ട് ആ പാല് ചിലവായ കേട്ടോ. അല്ലെങ്കിൽ അതും ചിലവാകത്തില്ല. അപ്പോൾ ചായ ഇപ്പം നമ്മൾ വീട്ടിൽ ഇട്ടാലും കടയിലിട്ടാലും ഒരുപോലെ തന്നെയല്ലോ. അതിൽ വേറെ മായങ്ങളും ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ചായ പുറത്തൊന്നും കുടിക്കുക. അതുകൊണ്ടല്ല, ഇന്നിപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് കുടിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ ഇരുന്നത്. എന്നിട്ട് ഏട്ടൻ കാറും കൊണ്ട് പോയി. ഞാനിതേ വേദയും കൊണ്ട് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. വേദയും കൊണ്ട് ട്യൂഷന് പോകാൻ ഇറങ്ങിയിട്ട് തിരുമലയാണ് ഏട്ടൻ കാറ് സർവീസിന് കൊടുത്തത്. അപ്പോൾ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ ഏട്ടൻ ഞങ്ങളെ കൂടെ വന്ന് വേദയും ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് കാർ എടുത്തിട്ട് പോകും. ഇത് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ, പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കമൻറ്റ് കണ്ടു. അത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, പറയുമ്പോൾ ഒരു ഫ്ലോയിലങ്ങ് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷൻ വന്നു പോകുന്നതാട്ടോ, മനഃപൂർവ്വം പറയുന്നതല്ല. എന്തായാലും വേദയും കൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ തിരുമല ഒരു കാർ വാഷ് സ്ഥലത്ത് ഏട്ടൻ കാറ് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഏട്ടനെ വിളിച്ചുകൊണ്ട് പോയട്ടോ. ഇന്നിപ്പോൾ ആക്ച്വലി വേദ ഓക്കെ ആയി, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഷേക്ക് കൊടുത്തു, അതൊക്കെ അവൾ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ചോറ് ഞാൻ പറഞ്ഞില്ലേ കഴിച്ചെന്നാണ് പറഞ്ഞ്, കഴിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല. ഷേക്കൊക്കെ കുടിച്ചൊന്ന് സ്മാർട്ടായി വരുന്നുണ്ട്. നോട്ട്സൊക്കെ ഒരുപാട് എഴുതാനുള്ളതെല്ലാം അവൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു. പഠിക്കാൻ ശരിക്കും ഉണ്ട് കേട്ടോ. 2 ദിവസത്തെ നോട്ട്സ് പഠിച്ചിട്ടില്ല. പഠിക്കാൻ ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു വിഷമം എനിക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വേദ ഈ 7th ശേഷം രാവിലെ സ്കൂൾ തുറന്ന ശേഷം സ്കൂളിൽ പോവും, 2:30 ആകുമ്പോൾ വരും, വന്നിട്ട്
ഒരു 10-15 മിനിറ്റ് കുളിയും നന ഒക്കെ ആയിട്ട് നിൽക്കും. ഒരു അരമണിക്കൂറോളം കുളിയും നന, പിന്നെ ഒരു 15 മിനിറ്റോളം TV കാണും. പിന്നെ പഠിപ്പീര് അത് കഴിഞ്ഞ് ട്യൂഷന് പോകും. ട്യൂഷന് പോയിട്ട് വന്ന് വീണ്ടും ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പഠിക്കൽ തന്നെ കേട്ടോ. ഇത് മാത്രമേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് പഠിച്ചിട്ട് തീരുന്നുണ്ടോ? അതുമില്ല കേട്ടോ. പാവം കാണുമ്പോൾ വിഷമാവുമ്പോൾ 10 മണി വരെ ഇരുന്ന് അവൾക്ക് ആക്ടിവിറ്റീസും പഠിക്കാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. 7th ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അല്ലേ അവസ്ഥ. എന്നിട്ട് വേദയെ വിട്ട ശേഷം ഒരു കടയിൽ വന്നിട്ട് ഏട്ടനൊരു സ്ട്രോങ് ടീ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ബൂസ്റ്റ് കുടിക്കാൻ കൊതിയായിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ബൂസ്റ്റ് വാങ്ങിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ബൂസ്റ്റ് വാങ്ങിച്ചു തന്നു കേട്ടോ. അവിടെ മറ്റേ മലബാർ സ്നാക്സൊക്കെയാണ് കൂടുതലിരിക്കുന്നത്, ഏലാച്ചി കീലാച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. ഒന്നും വാങ്ങിയില്ല, എല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ട്. എനിക്ക് ഏലാച്ചി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വാങ്ങിയില്ല കേട്ടോ. ഒന്നും വാങ്ങിയില്ല, ഇങ്ങനെ നോക്കി നിന്നിട്ട് ആ ബൂസ്റ്റ് മാത്രം കുടിച്ചു. എന്നിട്ട് നേരെ കാർ വാഷിന് കൊടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവർ കാറെല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആ വാഷ് ചെയ്തത് അത്രയും നീറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് ബ്ലാക്ക് ആയതുകൊണ്ട് അത്രയും നീറ്റായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എന്തോ നമുക്കും ഇഷ്ടമായില്ല കാർ വാഷ് ചെയ്തത്. അങ്ങനെ ഏട്ടൻ അതിന് കിടന്നും മലർന്നും നിന്നും ഇരുന്നും ഒക്കെ നോക്കുകയാണ് ഇവിടെയൊക്കെ എന്തൊക്കെ അഴുക്കുണ്ടെന്നുള്ളതെല്ലാം നോക്കി പറഞ്ഞ് വീണ്ടും ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഏട്ടൻ കാറും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ വേദയ്ക്ക് ഇപ്പോൾ ഉള്ള പരിപാടി ഇത് ഒരു 15 മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ആവുമെന്ന്. ആ സമയം ഇപ്പോൾ ഇതാണ് സയൻസ് കിറ്റ് എടുത്ത് വെച്ചിട്ട് അവളുടെ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുകയാണ് പണി. ഞാനങ്ങനെ ചീമയോട് പറയാമായിരുന്നു, വെറുതെ വീടും അവിടെ ഇവിടെയൊക്കെ അതും ഇതൊക്കെ വാരിക്കൊണ്ടിട്ട് നശിപ്പീര് തന്നെ കേട്ടോ ജോലി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. ഇതെങ്ങനെ ഫോം ചെയ്യുന്നു, ഇതെന്തുകൊണ്ട് ഫോം ചെയ്യുന്നു, വോൾക്കാനോയുടെ എന്തോർണം ഉണ്ടായിരുന്നു, അത് എന്തുകൊണ്ട് വോൾക്കാനോ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അത് എക്സ്പെരിമെൻറ്റോട് കൂടി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പഠിക്കാനുള്ള കാര്യമല്ലേ ഇതൊക്കെ, ചെയ്യട്ടെ എന്ന് കരുതി. എന്നിട്ട് ഞാൻ കുറേ സമയം ഇരുന്ന് ഫോണിലെല്ലാം കുത്തി ഫസ്റ്റയുടെ മെസ്സേജസൊക്കെ നോക്കിയ ശേഷം നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. രാത്രി ആയപ്പോഴേക്കും അടുക്കളയിൽ കയറിയതേ പുട്ട വയ്ക്കാൻ പോവുകയാണേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, രാവിലെ മുതൽ ഈ സമയം വരെയും ഞാൻ അടുക്കളയിൽ കയറി ഒരു കുന്തവും ചെയ്തിട്ടില്ല. എന്നിട്ട് വൈകുന്നേരം ഏട്ടന് ലേശം പുട്ട വയ്ക്കാൻ വന്നപ്പോൾ ഇത്രയും മടി. അപ്പോൾ എൻ്റെ മടിയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അതിന് ശേഷമുള്ള പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും വീട് ക്ലീനിങ്ങും ഈ വക സാധനങ്ങളാണ് എനിക്കിഷ്ടമല്ലാത്തത്. എനിക്കാണെങ്കിൽ എപ്പോഴും ഭയങ്കര ക്ലീനായിട്ട് കിടക്കണം എന്നുള്ള കാര്യവും നിർബന്ധമാണ്. പക്ഷേ അത് ചെയ്യാനും മടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. എത്ര വൃത്തിയാക്കി ഇട്ടാലും വീണ്ടും വീണ്ടും നമ്മളിപ്പോൾ ഒരു ചായ ഇട്ടു എന്ന് വെച്ചാൽ ചായ ഇട്ടിട്ട് നോക്കുമ്പോഴേക്കും ചായ ഒഴിക്കുമ്പോൾ അതിൻ്റെ ലേശമൊക്കെ അവിടെ വീഴും. പിന്നെ ചായപാത്രം കഴുകുമ്പോൾ അതിൻ്റെ സോപ്പ് പത അവിടെ ഇവിടെയൊക്കെ ആവും. എങ്ങനെ നോക്കിയാലും എത്ര വൃത്തിയാക്കി ഇട്ടാലും ഒന്ന് അടുക്കളയിൽ കയറിയാൽ വീണ്ടും അതിൻ്റെ ഡബിളായിട്ട് വൃത്തികേടാവും. അതാണ് പ്രശ്നം കേട്ടോ. പുട്ടിനോട് കഴിക്കാൻ ബീഫുണ്ട്, മീൻകറി ഉണ്ടായിരുന്നു. ഞാൻ അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഏട്ടൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ബീഫും മീനും എല്ലാം കൂടി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഉച്ചയ്ക്കും ബീഫായിരുന്നു. ഇനി വൈകിട്ടത്തേക്ക് കുറച്ച് ബീഫ് കിടപ്പുണ്ട്, അതും കൂട്ടി വൈകിട്ട് കഴിക്കും. പുട്ടും തേവിക്കുകയാണ്. അപ്പോൾ വേദിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പുട്ടൊന്നും വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ നടന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു ഓട്ടോ ഓടുന്നുണ്ട്. അങ്ങനെ ഞാനും പുറകെ ഓടിയപ്പോഴേ ബാത്റൂമിൽ കൊണ്ടുവച്ച് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വഴക്ക് കൊടുത്തു. അതെന്തോ ഓയിലൊക്കെയാണ് കേട്ടോ. ആ ഓയിലൊക്കെ അവിടെ എടുത്ത് ഒഴിച്ചാൽ ഇത് കഴുകുന്നവർക്കല്ലേ പാടുള്ളൂ, അവൾക്കങ്ങ് ചെയ്തിട്ടിട്ട് പോയത്. ഞാൻ പറയും മര്യാദയ്ക്ക് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൊടുത്തു. ഇത് പുറത്ത് കൊണ്ടുവച്ച് ചെയ്താൽ പോരെ, എന്നാൽ ടോയ്ലറ്റ് കൊണ്ടുവച്ച് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു വഴക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ വീണ്ടും പുട്ട് നനയ്ക്കാനൊക്കെ വന്നപ്പോഴേക്കും ഫ്രിഡ്ജെല്ലാം ഇരിക്കുക കേട്ടോ. എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിനക്ക് ആവശ്യമുള്ള സാധനം ഒന്നും വേണ്ട, വേണമെങ്കിൽ പുട്ട് തിന്നാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴേക്കും ബ്രെഡ് ഇരുന്നു കേട്ടോ. ബ്രെഡ് എന്നോ വാങ്ങിച്ചതാണ്, വാങ്ങിച്ച ഓർമ്മ പോലും എനിക്ക് വരുന്നില്ല. പക്ഷെ ഫ്രിഡ്ജിലാണ് ഇരുന്നത്, ചീത്തയൊന്നും ആയിട്ടില്ല. ഞാനാണ് കഴിക്കുന്നതെങ്കിൽ കഴിച്ചാണ്, പക്ഷേ വേദയ്ക്ക് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു വേണ്ട, കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് വയ്യാതെ ഇരിക്കുന്നു, ഇനി ഇതുകൂടെ കഴിച്ചിട്ട് ഡബിൾ ആവണ്ട. എന്ന് വാങ്ങിച്ചെന്ന് പോലും ഓർമ്മയില്ലാത്ത സാധനമൊക്കെ കഴിച്ചിട്ടേ എന്തെങ്കിലും പണി കിട്ടിയാൽ അത് നമ്മുടെ ഭാഗത്ത് തെറ്റാണ് ഉറപ്പായിട്ടും. നമ്മളത് കെയർലെസ്സായിട്ട് ചെയ്തിട്ടാണ്. മറ്റത് നമ്മൾ ഫ്രഷായിട്ട് കഴിക്കാൻ കിട്ടും എന്ന് പറഞ്ഞ ഓരോ സ്ഥലത്ത് ചെന്ന് അവർ ചോദിക്കുന്ന പൈസ കൊടുത്തപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ വേദയ്ക്കന്ന് വാങ്ങിച്ചു കൊടുത്ത സാധനം ചിക്കൻ ക്രസൻ്റ് ആയിരുന്നു, 80 രൂപയായിരുന്നു. 80 രൂപ കൊടുത്ത ആ സാധനവും വാങ്ങിച്ചിട്ട് 4000 രൂപയോളം എനിക്ക് ഹോസ്പിറ്റലായിട്ടോ ബ്ലഡ് ടെസ്റ്റും അതും ഇതുമൊക്കെ ചെയ്തത്. 4000 രൂപ ഞാൻ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുത്തു. ഞാനും ഒരു കോമ്പൻസേഷൻ കൊടുത്താലേ എനിക്കും കിട്ടും വല്ലതും ഒക്കെ. കാരണം അത് ഞാൻ പിന്നെ ചെയ്യാൻ പോയില്ല. എന്തിനു വെറുതെ, ഇതൊക്കെ എല്ലായിടത്തും സ്ഥിരം നടക്കുന്നില്ല. നമ്മുടെ അഹങ്കാരത്തിന് നമ്മൾ ചെന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട്
എന്തിന് വെറുതെ അവരെ കുറ്റം പറയണ്ട, നമ്മളിതൊക്കെ ഒഴിവാക്കിയാൽ അത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളാരും അതിന് മുതിരില്ല. നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാവരും പുറത്തുനിന്ന് ഓരോ സാധനം കാണുമ്പോൾ വാങ്ങിച്ച് കഴിച്ച് പോകുന്നതാണ്. അല്ലാതെ കഴിക്കണം എന്ന് പറഞ്ഞ് പോകില്ല. ചിലപ്പോൾ കഴിക്കണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഓരോ സാധനം കാണുമ്പോൾ നമ്മളങ്ങ് വാങ്ങിച്ച് കഴിച്ച് പോകുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ തന്നെയാണ് തെറ്റ്. അതുകൊണ്ട് നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പഴകിയ സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമുക്ക് വയറിന് പിടിക്കാത്തതാവാം ആ ഒരു സാധനമെന്ന് പറയുന്നത്. എന്ത് തന്നെ ആയാലും എന്തെങ്കിലും അതിലുണ്ടാവാതെ പറ്റില്ലല്ലോ. ഞങ്ങളാരും ആ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദ മാത്രമേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വേദയ്ക്ക് ആ ഒരു പെട്ടെന്നൊരു റിയാക്ഷൻ വന്നത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും വളരെ ഒരു മോശം ഒരു പ്രവണതയാണ് ഈ പഴകിയ സാധനങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന കാശ് കൊടുത്തൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന റിയാക്ഷൻ വളരെ വലുതാണ്. എന്തെല്ലാം ന്യൂസാണ് നമ്മൾ കേൾക്കുന്നത്. പലരുടെയും ജീവൻ തന്നെ അപായത്തിൽപ്പെട്ടുകൊണ്ടുള്ള ഓരോ ന്യൂസുകളാണ് ഫുഡ് കഴിച്ചിട്ട് പോയിസണായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊന്നും ആസാദ് ഹോട്ടലിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമില്ല കേട്ടോ. എനിക്ക് എത്ര കമൻറ്റ് വന്നെന്നോ ആസാദ് ഹോട്ടലിൽ നിന്ന് സെയിം ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആസാദ് ഹോട്ടലിൽ നിന്നും ഇങ്ങനൊരു ഇതുണ്ടാവും എന്നുള്ളത്. എന്തായാലും പണി കിട്ടി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമ, അത്ര തന്നെ. ഓക്കെ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതായത് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് ഇങ്ങനെ അടുപ്പിൽ വയ്ക്കുകയാണ്. ബീഫ് അപ്പോഴേക്കിരുന്ന് നന്നായിട്ട് ചൂടായി. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ആയിട്ടോ. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പുട്ട് വേവിക്കാൻ വെച്ചിട്ട് ആദ്യം വെള്ളം നോക്കിയപ്പോൾ വെള്ളം കഴിഞ്ഞു. അതിലേക്ക് ഈ പഴയ വെള്ളം മീൻസ് തിളപ്പിച്ച് തണുത്തിരുന്ന വെള്ളത്തിന് ഒഴിച്ചിട്ട് ഞാൻ പുതിയൊരു കലം കൂടി വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് നാളെ ഞാൻ ചോറും പരിപ്പ് കറിയും കൊടുത്ത് വിടാമെന്ന് കരുതി. അങ്ങനെ നാളത്തേക്ക് ചോറിടണ്ടേ. അങ്ങനെ ഞാൻ അരി കഴുകി റൈസ് കുക്കറിലിടുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി തിളപ്പിച്ച് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ തിളപ്പിച്ച് വയ്ക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് ഒന്നുകൂടെ തിളപ്പിച്ച് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും കേട്ടോ. ഒന്നുകൂടെ തിളപ്പിച്ചൊക്കെ വെച്ചില്ലെങ്കിൽ ഉച്ചയ്ക്ക് കല്ല് പോലെ ഇരിക്കും. കുറച്ച് ചോറിടുന്നത് കൊണ്ട് ഒരുപാട് വെന്ത് വരത്തില്ല കേട്ടോ. അങ്ങനെ ഇട്ട പോലെ ചോറ് കിടക്കും. അത് ഉച്ചയ്ക്കൊക്കെ തണുത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര പാടാണ്. ചൂടോടെ കഴിക്കുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് തണുക്കുമ്പോഴേക്കൊക്കെ അത് കല്ല് പോലെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജെല്ലാം അരിച്ച് പറക്കിയിട്ട് നമ്മുടെ ബ്രെഡും കൊണ്ട് വേദ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും കഴിക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവച്ചിട്ട് അരിച്ചപ്പോഴേക്കും രാവിലെ വാങ്ങിയ പഴത്തിൻ്റെ ബാക്കി ഒരു പഴവും കൂടി ഇരിപ്പുണ്ട്. അങ്ങനെ അതിനെടുത്തുകൊണ്ടൊന്ന് ഞാൻ പഴം ടോസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ ഓക്കെ ആയി കേട്ടോ. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. പഴയതിലും സ്മാർട്ടായി. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവൾ പഴം ടോസ്റ്റ് ചെയ്യാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം മുന്നേ മുകളിലെ തങ്ങളുടെ കടയിൽ നിന്നൊരു നമ്മുടെ കോണിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി കേട്ടോ. അതിരിക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കി തരുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ അവൾക്കത് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരി കഴുകിയിടാണ്. പഴം കട്ട് ചെയ്തെടുക്കാൻ പറയും. അങ്ങനെ വേദ പഴം പ്ലേറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കട്ടിങ് ബോർഡ് കണക്ക് പ്ലേറ്റ് വെച്ച് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിനെ കട്ടിംഗ് ബോർഡാക്കി വേദ പഴം കട്ട് ചെയ്യാണ്. അതിലെ കോമഡി എന്ന് പറഞ്ഞാൽ അവൾക്ക് നൈഫ് എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയില്ല കേട്ടോ. അതിന് തിരിച്ചാണ് പിടിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു തിരിച്ചല്ല അല്ലാതെ പിടിക്കടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് തിരിച്ച് പിടിച്ചു കേട്ടോ. അപ്പോഴാണ് ശരിക്കും കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്യാനായിട്ട് വന്നത്. എന്നിട്ട് പഴമെല്ലാം കട്ട് ചെയ്ത് തന്നു. ചെറിയ ചെറിയ ജോലികളൊക്കെ വേദ ചെയ്യും കേട്ടോ. എനിക്ക് പേടിയാണ് ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ കയറ്റാൻ. തീയിലും നൈഫിലൊക്കെ കളിക്കുന്നത് എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. കൈയും കാലും ഒക്കെ മുറിഞ്ഞാൽ പിന്നെ അതൊരു പാടല്ലേ. ഇതുവരെ അങ്ങനെ വലിയ രീതിയിൽ മുറിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോഴും ഒരിക്കൽ മാങ്ങ എന്തോ കട്ട് ചെയ്ത് കുറച്ച് കൈയെല്ലാം മുറിഞ്ഞു. അല്ലാതെ ഭയങ്കര കെയർ ആയിട്ടാണ് വേദ ചെയ്യുന്നത്. മറ്റേ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ട് ചെയ്യാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് വേവിച്ചു. അരി അടുപ്പത്ത് വെച്ചു. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുന്നത് ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ. അരി ഇപ്പോഴാവും. എന്നിട്ട് എന്താണ് വേദ പറഞ്ഞില്ലേ ഒന്ന് പഴം ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പഴം കുറച്ച് ഒരു പാൻ എടുക്കും, കുറച്ച് നെയ്യിടും, അതിൽ പഴം ഇങ്ങനെ വെച്ച് കൊടുക്കും, ഒന്ന് മറിച്ചിടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ. അപ്പോഴേക്കും ബനാന ടോസ്റ്റ് റെഡിയാവും. ബനാന ടോസ്റ്റെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇതാണ് ആ കോണിൻ്റെ ഒരു പാക്കറ്റ്. എങ്ങനെയാണെന്ന് ഞാനൊന്ന് വായിച്ച് നോക്കുകയാണ്. അപ്പോൾ അത് അവണിൽ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി കട്ട് ചെയ്തിട്ട് അവനിൽ വെച്ച് ഒരു 2 മിനിറ്റ് കൊടുക്കുമ്പോൾ ഓക്കെ ആകുമെന്ന്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ അത് വെള്ളവും കോണും കൂടെ ആയിട്ടാണ് കിടക്കുന്നത്. വെള്ളവും എന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കും കേട്ടോ. അത് എന്തെങ്കിലും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ചീത്ത ഞാൻ വാങ്ങിച്ചിട്ട് 2-3 ദിവസമാവും. അപ്പോൾ അത് അത്രയും ദിവസം ചീത്ത ആവാതിരിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവാം. അറിയില്ല എന്താണെന്നുള്ളത്. ഒരു വെള്ളമുണ്ട്, ലിക്വിഡായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് തിളയ്ക്കാം.
തിളയ്ക്കാനല്ല തിളപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടി ചെയ്യാമെന്ന് എഴുതി. എനിക്ക് എത്ര പേര് കമൻറ്റ് ചെയ്യുന്നു എന്നറിയോ. ഇപ്പോഴാട്ടോ ഒരുപാട് കമൻറ്റ്സ് കാണുന്നത്, അങ്ങനത്തെ ഒരു കമൻറ്റ്സ് കാണുന്നത്. ശ്രീകുട്ടിയുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്, ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. എനിക്കത് കേട്ടപ്പോൾ ആണോ എന്ന് തന്നെ ഞാൻ അതിശയിച്ചു പോയി. ഒരുപാട് പേര്, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു, എന്തെങ്കിലും ഡിപ്രഷനായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു, ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര റിലാക്സായി, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല ഞാൻ അതിനു വേണ്ടി വീഡിയോയിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ആ കുട്ടി ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് അറിയത്തില്ല, എന്നെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനൊരു വാക്ക്, അങ്ങനൊരു ഇത് മെസ്സേജ് നിങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ഓസ്കാർ അവാർഡ് വിൻ ചെയ്യുന്നതിനെക്കാട്ടി ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. കാരണം കുറച്ച് പേരെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, 1 2 3 പേരായിക്കോട്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ എവിടെയോ ഉള്ള എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങളെ ഓരോരുത്തരെയും, എന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും എനിക്കും അതുപോലെ സ്നേഹമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എവിടെയോ ഉള്ള എന്നെ ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അതിന് എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കറിയില്ല എനിക്ക് അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോസിലൂടെ പലർക്കും ഒരുപാട് സന്തോഷം കിട്ടുന്നു എന്ന് അറിയുമ്പോൾ നമ്മളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു വീട്ടിലെ വിശേഷവും കാര്യവും, കുക്കിംഗ് വ്ളോഗൊക്കെ വളരെ അപൂർവമാണ് ഞാൻ ഇടുന്നത്. കൂടുതൽ ഇതുപോലെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേർക്ക് അതിൽ സന്തോഷം വരുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്താ പറയേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിക്കി ഞാൻ പറയുന്നത് കേട്ടോ. ശരി, എന്തായാലും ഒരുപാട് സന്തോഷം. അതേ അവിടെ അവനിൽ നമ്മുടെ കോൺ ഓൾറെഡി അത് വെന്ത കോണായിരുന്നു, ഒന്ന് ചൂടാക്കാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബനാന ടോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിലിനി കോണിലിനി കുറച്ചുകൂടി വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് കോണ് മാത്രമായിട്ട് എടുക്കണം. അതിൻ്റെ കൂട്ടത്തൊരു മസാലയും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു പെരി മസാല എന്നാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കോണിനെ ഞാൻ വെള്ളം മാറ്റി എടുക്കണം, ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. വെള്ളം കളഞ്ഞിട്ട് കോണിനെ ഇങ്ങനെ എടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ കരുതി ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവുന്നത്. ഒരാൾക്ക് ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കോണ് വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് കഴിക്കാനുണ്ടാവും. പക്ഷെ അത് പിന്നെ മെനക്കേടാണ്. ഇതൊന്നുമില്ല, ജസ്റ്റ് കവറ് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ ആ പെരി മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പെരി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും നല്ല എരിവുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ. ആദ്യം കുറച്ച് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ കുറച്ച് എരിവ് പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാത്രം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഒരു എരി ഇല്ല കേട്ടോ. പക്ഷേ കോണിൽ ഒരു ലൈമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വെള്ളത്തിൽ ലൈമിൻ്റെ എന്തെങ്കിലും ഒരു അംശമോ എന്തെങ്കിലും അതോ വിനീഗറോ എന്തെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും. ഒരു പുളിയൊക്കെ വരുന്നുണ്ട്. കൊള്ളാം, വേറെ ചീത്തയൊന്നും ആയിട്ടില്ല കേട്ടോ, നല്ലതായിട്ട് ഇരിക്കുക തന്നെയാണ്. അങ്ങനെ ഒന്ന് ആ പെരി മസാലയെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കിയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല, അത്രയും എരിവ് തോന്നിയില്ല. അപ്പോൾ വേദ പറഞ്ഞു കുറച്ചുകൂടി ഇടുന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഭാഗം ഇട്ട് കൊടുത്തിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു പാക്കറ്റ് ഫുൾ അതിന് ചേരുമായിരിക്കും. അത്രയും ക്വാണ്ടിറ്റി അവർ വച്ചിരുന്നതാവാം കേട്ടോ. അത് കുറച്ചുകൂടി ഇട്ടപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കുറച്ചെങ്കിലും കിട്ടിയത്. അത്രയും എരിവുണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ചുകൂടെയൊക്കെ തട്ടി മിക്സ് ചെയ്ത് വേദയുടെ സാധനങ്ങളും എടുത്ത് പോയി. അപ്പോഴേക്കും പുട്ടുമായി ബീഫുമായി. കഴിച്ചാൽ മാത്രം മതി. ആദ്യം വേദ ഞാനൊന്ന് ഒതുക്കി വിട്ട ശേഷം പുട്ട് വെന്തിരിക്കുക കേട്ടോ, അതിനെ ഒന്ന് പുട്ടുകുറ്റിയിൽ നിന്ന് ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് ആക്കണം. ബീഫിനെ മാറ്റി പ്ലേറ്റിലാക്കണം. എന്നിട്ട് ആ ബീഫ് ഇന്നലെ വിറകടുപ്പിലല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശാലമായിട്ട് നല്ല അന്തസ്സായിട്ട് ആ പാത്രം കരിക്കട്ടയായിട്ട് കരിയും കയറിയിരിപ്പുണ്ട്. ഇനി അതിനെ കഴുകി വൃത്തിയാക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. രാവിലെ അമ്മ പറഞ്ഞു ആ പാത്രത്തിൽ ഇരിക്കുന്ന ഇറച്ചി വേറൊന്നിലേക്ക് മാറ്റിയാൽ ഞാനത് കഴുകി തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എനിക്കത് വെച്ച് ചൂടാക്കിയ ശേഷം ഇനി വേറൊരു പാത്രത്തിലും ആക്കുന്നില്ല, അത് തന്നെ ഞാൻ പിന്നീട് കഴുകിക്കൊള്ളാമെന്ന് പറഞ്ഞു.
അങ്ങനെ അത് കഴുകുന്ന ഒരു പണിപ്പുര ഞാൻ ആലോചിച്ചുകൊണ്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ബീഫും കൂടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ പാത്രം കഴുകാനായിട്ട് ഇട്ട് കേട്ടോ. കഴുകാനിട്ടില്ല, അതിന് മുമ്പേ വേറൊരു കുഞ്ഞു പരിപാടി ഞാൻ ചെയ്തു. ആക്ച്വലി ആ ബീഫ് ഫുൾ ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തിട്ട് ആ പാത്രത്തിലൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഡ്രൈ ആയി ആ പാത്രത്തിൽ കൊട്ടിയിരിക്കുകയാണ്. എങ്കിലും ഞാനൊരു വേല ചെയ്തു. ഇങ്ങനെ ബാക്കിയുള്ള ചട്ടിയും പാത്രമൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥിരം വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം. അതിൽ ലേശം എന്തെങ്കിലും ഇട്ടൊന്ന് വിരവി കഴിക്കുമല്ലേ. അപ്പോൾ ഇതിന്ന് കുറച്ച് പൊട്ടും ഞാൻ മുറിച്ചെടുത്തിട്ട് ആ പാത്രത്തിൽ കൊണ്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വിരവി കഴിച്ചിട്ട്, അത് നന്നായിട്ട് കൈ കൊണ്ട് വിരവാൻ പറ്റുന്നില്ല. പാത്രം ലേശം ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തവി കൊണ്ടൊന്ന് വിരവിയിട്ട് വയ്ക്കകത്ത് വെച്ച് കേട്ടോ. എൻ്റെ വായിൽ നിന്ന് ഇപ്പോഴും വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ പുട്ടും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു കുറ്റി പുട്ടായിരുന്നു മാത്രം കണക്കാക്കി അവിച്ചതാട്ടോ ഏട്ടാ. അത്രയും കഴിച്ചില്ലെങ്കിലും കഴിക്കുന്നതിന് മുന്നേ ഞാൻ അതിൽ നിന്ന് മുറിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ലേശം മാത്രം മുറിച്ചെടുത്തു. എന്നിട്ട് അതിൽ കൊണ്ട് വരവി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാത്രത്തിൽ അരപ്പുണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ അധികം എടുക്കാതെ ഇരുന്നത്. പക്ഷെ പാത്രത്തിൽ അരപ്പുണ്ടായിരുന്നു കേട്ടോ. ഉള്ളത് വെച്ച് ഓണം പോലെ അതിനെ ഒന്ന് ഉരുട്ടി 2-3 ഉരുളയൊക്കെ കഴിച്ചിട്ട് ഇനി ആ കരിപ്പാത്രം കഴുകുക എന്നുള്ളൊരു ജോലിയിലേക്ക് ഞാൻ പോവുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കണ്ടു, ഇതൊരു കമൻറ്റ് കണ്ടു, നമ്മൾ വിറകടുപ്പിൽ വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് വിമ്മ തേച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ കരി പെട്ടെന്ന് ഇളകും എന്നൊരു ടിപ്പ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കരുതി പീതാംബരി ഇട്ടൊന്ന് പിടിച്ചു നോക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് ഇന്നലെ നമ്മൾ ആ ഉരുളിയില്ലേ, വെങ്കല ഉരുളി പായസം വെച്ചത്, അത് ദീപ ചേച്ചി കഴുകിയപ്പോൾ ഇതുപോലെ പീതാംബരി ഇട്ടൊന്ന് പിടിച്ചപ്പോൾ നല്ല പെട്ടെന്ന് ഇളകി വന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി ഞാനും പീതാംബരി ഇട്ടിട്ട് സോപ്പും കൂടിയൊക്കെ വെച്ച് ഒന്ന് കഴുകി നോക്കാമെന്ന് കരുതി. പക്ഷേ പീതാംബരി ഇട്ട് കഴുകിയപ്പോൾ ഇളകുന്നുണ്ട്. കുറച്ചൊന്ന് പിടിക്കണം, എങ്കിലും വെമ്മിട്ട് പിടിക്കുന്നതിനെക്കാട്ടി എളുപ്പമുണ്ട് പീതാംബരി ഇട്ട് പിടിച്ചപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഇളകുന്നുണ്ട് കേട്ടോ. നോക്കി നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ക്ലീൻ ചെയ്തു, ഇനി അടുത്തൊരു സൈഡൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോഴേക്കും അരി തിളച്ച് കളയുന്നുണ്ട്. പിന്നെ കൈ കഴുകിയിട്ട് അരിയെ എടുത്ത് നമ്മുടെ കുക്കറിനകത്ത് വെച്ചു. ഇത് പാത്രം കഴുകിയിട്ട് ഇനി കൈയുടെ ഭംഗി നോക്കണം കേട്ടോ. കറുത്ത് കരിക്കട്ട കണക്ക് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറുപ്പ് പിടിച്ചിരിക്കും. അത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ വരും. ഞാൻ ഈ മാതളം പൊളിക്കത്തില്ല, കൈയുടെ ഇടയിൽ ഇതുപോലെ കറുപ്പ് വരും. അതുകൊണ്ട് മാതളം എനിക്കിഷ്ടമില്ലാത്തൊരു സാധനമാണ്. കഴിക്കാനല്ല, കൈയുടെ ഇടയിൽ ഇങ്ങനെ അഴുക്ക് പോലെ ഇങ്ങനെ കറുത്തിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാതെ വരും കേട്ടോ. അതുകൊണ്ട് ഞാനത് പൊളിക്കുകയില്ല. ഇന്ന് പക്ഷേ എനിക്ക് പൊളിക്കേണ്ട സാഹചര്യം വന്നു, ഞാൻ പൊളിച്ചു. നമ്മളെ കറുത്തിരിക്കും, അത് വേറെ കാര്യം. മുമ്പൊക്കെ ഗ്ലൗ ഒക്കെ ഇട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഗ്ലൗ എടുക്കണം, ഇടണം, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ എടുത്ത് ചെയ്യാനും ഇടാനും ഉള്ള മടി കൊണ്ടൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.